ടി വി എസ് മോട്ടോഴ്സ് അവരുടെ വാഹന നിരകളിലേക്ക് 2 വാഹനങ്ങളും കൂടി കൊണ്ടുവരാൻ പോകുന്നത്. സംഭവം വേറൊന്നുമല്ല, 2025 ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോയിൽ ഇവർ പ്രദർശിപ്പിച്ചിരുന്ന ടി വി എസിൻ്റെ അപ്പാച്ചി RTXും RTX 300 അഡ്വഞ്ചറും അതുപോലെ തന്നെ ടി വി എസിൻ്റെ ജുപ്പിറ്ററിൻ്റെ CNG. ഇത് ഫസ്റ്റ് എവർ CNG പവേഡ് ചെയ്തിരിക്കുന്ന സ്കൂട്ടറുമാണ് ഈ വരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു CNG സ്കൂട്ടേഴ്സ് കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത്, അതായത് ഇതിൻ്റെ റണ്ണിങ് കോസ്റ്റ് ഏകദേശം 1 രൂപയ്ക്ക് താഴെയാണ് കിലോമീറ്ററിന് ചിലവ് വരുന്നത്. അതുപോലെ തന്നെ ഒരു 1.4 കിലോ വരുന്ന ഒരു CNG ടാങ്ക് നമ്മുടെ സീറ്റിൻ്റെ അടിയിലാണ് ഇതിൻ്റെ സ്റ്റോറേജ് ഏരിയ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് നൽകുന്നത് ഏകദേശം 84 കിലോമീറ്റർ മൈലേജൊക്കെയാണ് നൽകുന്നത്. അതുപോലെ തന്നെ പെട്രോൾ ടാങ്ക് ഇത് പൊസിഷൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഫ്ലോർ ബോർഡിലാണ്. ഏകദേശം 2 ലിറ്ററാണ് കപ്പാസിറ്റി വരുന്നത്. അങ്ങനെ ടോട്ടൽ കമ്പനി ഈ ഒരു വാഹനത്തിന് ക്ലെയിം ചെയ്യുന്നത് ഏകദേശം ഫുൾ ടാങ്ക് പെട്രോളും CNGയിലും കൂടി ഫുൾ ടാങ്ക് ഫില്ല് ചെയ്താൽ ഏകദേശം 226 കിലോമീറ്റർ റേഞ്ചാണ് നൽകുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വാഹനം നമ്മുടെ നേരത്തെ ജുപ്പിറ്ററായിട്ട് സെയിം തന്നെയാണ് ഡിസൈനൊക്കെ നൽകിയിരിക്കുന്നത്. ബാക്കി കാര്യങ്ങളിലോട്ട് വരികയാണെങ്കിൽ ആ ഒരു സെയിം 124cc സിംഗിൾ സിലിണ്ടർ എഞ്ചിൻ തന്നെയാണ് ഇതിനും നൽകിയിരിക്കുന്നത്. 7 bhpയും 9 Nm ഓഫ് ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് 80 km/h ആണ്. അതുപോലെ തന്നെ നമ്മുടെ റൈഡർക്ക് അതിൻ്റെ കൺവീനിയൻസ് ആയിട്ടുള്ള ഒരു സ്വിച്ച് നൽകിയിട്ടുണ്ട്. അതായത് നമുക്ക് ഏത് ഫ്യൂവലിലാണോ വണ്ടി ഓടിക്കുന്നത് അതിലേക്ക് മാറാനുള്ള സ്വിച്ചുകൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് അപ്പാച്ചിയുടെ RTX 300 ആണ്. ഈ ഒരു വാഹനം എന്ന് പറയുന്നത് നമ്മുടെ അപ്പാച്ചി RTR 310ഉം അതുപോലെ തന്നെ RR 310 നൽകിയിരിക്കുന്ന ആ ഒരു സെയിം ഫ്രെയിം തന്നെയാണ് ഇതും വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ടി വി എസിൻ്റെ ഫസ്റ്റ് അഡ്വഞ്ചറസ് മോട്ടോർ സൈക്കിളാണ് വന്നിരിക്കുന്നത്. അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ അതാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് കോമ്പറ്റീറ്റ് ചെയ്യുന്നത് നമ്മുടെ KTMൻ്റെ 250ഉം അതുപോലെ തന്നെ ഹീറോൻ്റെ എക്സ്പൾസ് 210 ആയിട്ടാണ് കോമ്പറ്റീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സിലൂടെ എടുക്കുകയാണെങ്കിൽ ഒരു ലോങ് വൈസറൊക്കെ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പ്ലിറ്റ് സീറ്റാണ് വന്നിരിക്കുന്നത്. USD ഫ്രണ്ട് ഫോക്കും മോണോഷോക്കും റിയറിലൊക്കെ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ പറയുവാണെങ്കിൽ ഈ ഒരു വാഹനത്തിന് LED ലൈറ്റ്നിങ്ങും അതുപോലെ റൈഡ് ബൈ വയർ ത്രോട്ടിലും ഡുവൽ ചാനൽ ABS ട്രാക്ഷൻ കൺട്രോൾ തുടങ്ങിയ നിരവധി റൈഡിംഗ് മോഡ്സൊക്കെ നൽകിയിട്ടുണ്ട്. നമുക്ക് BMWയിൽ കണ്ടിട്ടുള്ള ആ ഒരു സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിലും ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ഹൃദയഭാഗത്തോട്ട് വരികയാണെങ്കിൽ അവിടെ ഒരു 299cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് വന്നിരിക്കുന്നത്. ഇത് ഏകദേശം 34 bhp കരുത്തും 28 Nm ഓഫ് ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 6-speed ട്രാൻസ്മിഷനാണ് വരുന്നത്. അത് അസിസ്റ്റൻറ്റ് സ്ലിപ്പർ ക്ലച്ചും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ടി വി എസിൽ നിന്നും ഇതിലേത് വാഹനമായിരിക്കും കൂടുതൽ വിപ്ലവം ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങളൊന്ന് പറ.